ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് 2025 ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈവൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായി നിയമിതയായവരാണ് ഋതിക ടിർക്കിയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈവൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആരാണ്? ഋതിക ടിർക്കിയാണ്. വന്ദേ ഭാരതിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? സുരേഖ യാദവാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഒന്നാമത്തെ സംസ്ഥാനം ആദ്യമായിട്ട് പാസ്സാക്കിയത് ഉത്തരാഖണ്ഡിലായിരുന്നു. രണ്ടാമത് വരുന്നത് ഗുജറാത്തിലാണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. മഹാകുംഭമേള 2025 മഹാകുംഭമേളയായിരുന്നു വിഷയം. 2025 മലേഷ്യയിൽ നടന്ന അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റിൽ കിരീടം നേടിയതാരാണ്? ഇന്ത്യയാണ്. ദക്ഷിണാഫ്രിക്കയാണ് ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം ഏതാണ്? ഒന്നാം സ്ഥാനം USA-ക്കാണ്. രണ്ടാം സ്ഥാനം റഷ്യ. മൂന്നാം സ്ഥാനം ചൈന. നാലാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ്, ഇന്ത്യക്ക് നാലാം സ്ഥാനമാണുള്ളത്. 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. 27 വർഷത്തിന് ശേഷമാണ് കേരളം ഫുട്ബോളിൽ സ്വർണം നേടുന്നത്. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായി 3 സ്വർണം നേടിയ വനിത ആരാണ്? ഹർഷിത ജയറാം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വരുന്നത് ചെന്നൈയിലാണ്. ഓക്കെ, താങ്ക് യു ഓൾ.